ഹരി ഓം. ദശകം 71 കേശീവധവും വ്യോമാസുരവധവും. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശീ സഭോജേശിതുരിഷ്ടബന്ധുഃ ത്വാം സിന്ധുജാവാപ്യൈതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. യജ്ഞേഷു സർവേഷു സർവേഷ്വപി ന അവകേശി നാവകേശി. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശീ സഹ ഭോജ ഈശിതുഃ ഇഷ്ടബന്ധുഃ. ഭോജ ഈശിതുഃ ഭോജേഷിതുഃ ഇഷ്ടബന്ധുഃ ഭോജേഷിതുരിഷ്ടബന്ധുഃ. കേശീ സ ഭോജേഷിതുരിഷ്ടബന്ധുഃ. ത്വാം സിന്ധുജാ അവാപ്യഃ സിന്ധുജാവാപ്യ ഇതി ഇവ ഇതീവ മത്വാ. ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശീ സ ഭോജേഷിതുരിഷ്ടബന്ധുഃ ത്വാം സിന്ധുജാവാപ്യൈതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. ദശകം 71 ശ്ലോകം 1 അന്വയവും അർത്ഥവും. ഇതിൽ കേശി കുതിരയുടെ രൂപത്തിൽ ഭഗവാനെ വധിക്കുവാൻ ചെല്ലുകയാണ്. ഈ കംസൻ്റെ ഉറ്റ സുഹൃത്താണ് കേശി എന്ന അസുരൻ. അപ്പോൾ കൃഷ്ണൻ ദേവകിയുടെ പുത്രനാണെന്നും രോഹിണി പുത്രനായിട്ടുള്ള രാമൻ്റെ അച്ഛനും വസുദേവൻ തന്നെയാണെന്നും പിന്നെ മുമ്പ് കംസൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയിട്ടുള്ള ദിവ്യരൂപം ധരിച്ച് നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞ് അന്തർധാനം ചെയ്തത് യശോദയുടെ പുത്രിയായിരുന്നുവെന്നുമൊക്കെ നാരദനിൽ നിന്നും മനസ്സിലാക്കിയ കംസൻ കേശിയെ വിളിച്ചിട്ട് രാമകൃഷ്ണന്മാരെ വധിക്കുവാൻ നിയോഗിക്കുകയാണ്. അന്വയം. സർവേഷു അപി യജ്ഞേഷു നാവകേശി ഭോജേഷിതുഃ ഇഷ്ടബന്ധുഃ സഹ കേശി സിന്ധുജാവാപ്യഃ ഇതി മത്വാ ഇവ സിന്ധുജവാജിരൂപഃ ത്വാം സംപ്രാപ്തവാൻ. സർവേഷു അപി എല്ലാ പ്രവൃത്തികളിലും യജ്ഞേഷു നാവകേശി ഫലസിദ്ധി കൈവരുന്നവനും. സർവേഷു അപി യജ്ഞേഷു നാവകേശി എല്ലാ പ്രവൃത്തികളിലും ഫലസിദ്ധി കൈവരുന്നവനും. ഭോജേഷിതുഃ ഇഷ്ടബന്ധുഃ സഹ കേശി. ഭോജേഷിതുഃ കംസൻ്റെ ഭോജരാജാവ് എന്ന് പറഞ്ഞാൽ കംസൻ. ഭോജേഷിതുഃ ഇഷ്ടബന്ധുഃ കംസൻ്റെ ഉറ്റ സുഹൃത്തുമായ സഹകേശി പ്രസിദ്ധനായിട്ടുള്ള കേശി എന്ന അസുരൻ. അപ്പോൾ കേശി എന്ന അസുരൻ എങ്ങനെയുള്ളവനാണ്? എല്ലാ പ്രവൃത്തികളിലും ഫലസിദ്ധി കൈവരുന്നവനാണ്. മാത്രമല്ല കംസൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. അങ്ങനെയുള്ള കേശി സിന്ധുജാവാപ്യഃ ഇതി മത്വാ ഇവ. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം. സിന്ധുജാവാപ്യഃ എന്ന് വെച്ചാൽ സിന്ധുവിൽ ജനിച്ചവർക്ക്. സിന്ധുജാവാപ്യഃ ഇതി മത്വാ ഇവ. സിന്ധുവിൽ ജനിച്ചവർക്ക് അവിടുത്തെ പ്രാപിക്കുവാൻ എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാവണം സിന്ധുജവാജിരൂപഃ ത്വാം സംപ്രാപ്തവാൻ. സിന്ധുജവാരിരൂപഃ ഇവിടെ സിന്ധുജവാജിരൂപഃ എന്ന് സിന്ധുജ എന്നുള്ളതിൻ്റെ അർത്ഥം സിന്ധുദേശത്ത് ജനിച്ച കുതിരയുടെ രൂപത്തോടുകൂടി നിന്തിരുവടിയുടെ അടുക്കൽ വന്നു ചേർന്നു. സംപ്രാപ്തവാൻ അടുക്കൽ വന്നു ചേർന്നു, ഭഗവാന്റെ അടുക്കൽ വന്നു ചേർന്നു. അപ്പോൾ സിന്ധുജാവാപ്യഃ ഇതി മത്വാ ഇവ സിന്ധുജവാജിരൂപഃ ത്വാം സംപ്രാപ്തവാൻ. സിന്ധുവിൽ ജനിച്ചവർക്ക് അവിടുത്തെ പ്രാപിക്കുവാൻ എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാവണം, ഭഗവാനെ പ്രാപിക്കുവാൻ എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാവണം സിന്ധുദേശത്തു ജനിച്ച ഒരു കുതിരയുടെ രൂപത്തോടുകൂടി നിന്തിരുവടിയുടെ അടുക്കൽ വന്നു ചേർന്നത്. അപ്പോൾ ഈ നാരദനിൽ നിന്ന് കാര്യമൊക്കെ മനസ്സിലാക്കിയ ശേഷം നാരദൻ പോയപ്പോഴേക്കും കംസൻ കേശിയെ വിളിച്ചിട്ട് പറയുകയാണ്, അങ്ങ് രാമകൃഷ്ണന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞു അയച്ചു. അപ്പോൾ കേശിയാണ് അമ്പാടിയിൽ ഭഗവാനെ തേടി ചെല്ലുന്നത്. അപ്പോൾ മായാവിയായിട്ടുള്ള ഈ കേശി കുതിരയുടെ രൂപം ധരിച്ചാണ് ചെന്നത്.
അപ്പോൾ കുതിരയുടെ രൂപം ധരിക്കാനായിട്ടുള്ള കാരണം എന്തെന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്, ഉത്പ്രേക്ഷിക്കുന്നത് സിന്ധുജാവാപ്യ ഇതീവമത്വ എന്നുവെച്ചാൽ അമൃതമഥന സന്ദർഭത്തിൽ സിന്ധുവിൽ എന്നുവെച്ചാൽ സമുദ്രത്തിൽ സിന്ധുജാവാപ്യ എന്നുവെച്ചാൽ സമുദ്രത്തിൽ ജനിച്ച ആ ലക്ഷ്മി ദേവിക്ക് ഭഗവാനെ പ്രാപിക്കുവാൻ പ്രയാസമുണ്ടായില്ല. അപ്പോൾ ആ സിന്ധുവിൽ ഇവിടുത്തെ രണ്ടാമത്തെ സിന്ധുവിൽ എന്നുവെച്ചാൽ സിന്ധു ദേശത്ത് ജനിച്ച കുതിരയുടെ രൂപം ധരിച്ചാൽ തനിക്കും എന്നുവെച്ചാൽ ആ കേശിക്കും ഭഗവാനെ പ്രാപിക്കുവാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാവണം ആ കേശി കുതിരയുടെ രൂപം ധരിച്ചത് എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഉത്പ്രേക്ഷിക്കുന്നത്. അപ്പോൾ സിന്ധുജ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ജനിച്ച ലക്ഷ്മി ദേവി, സിന്ധുജം സിന്ധുദേശത്ത് ജനിച്ച കുതിര. അപ്പോൾ ആ സിന്ധുജ ശബ്ദത്തിന് രണ്ടർത്ഥമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഉത്പ്രേക്ഷിക്കുന്നത്. അപ്പോൾ യാതൊരു പ്രവൃത്തി ചെയ്യുന്നുവോ അതിലൊക്കെ ഫലസിദ്ധിയോടുകൂടിയവനായിട്ടുള്ള കംസൻ്റെ ഉറ്റമിത്രമായിരിക്കുന്ന കേശി എന്ന പേരോട് കൂടിയിട്ടുള്ള അസുരൻ അങ്ങ് ആ സിന്ധുജാവാപ്യൻ എന്ന് വെച്ചാൽ എന്താണ്, ആ സിന്ധുവിൽ നിന്ന് ജനിച്ച ലക്ഷ്മി ഭഗവതിയാൽ പ്രാപിക്കപ്പെട്ടവൻ, സിന്ധുജാവാപ്യൻ സിന്ധുവിൽ നിന്ന് ജനിച്ച ലക്ഷ്മി ഭഗവതിയാൽ പ്രാപിക്കപ്പെട്ടവൻ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം സിന്ധുദേശത്തിൽ ജനിച്ച ഒരു കുതിരയുടെ ആകൃതി പൂണ്ട് അങ്ങയുടെ സമീപം വന്നു ചേർന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. യജ്ഞേഷു സർവേഷ്വപി നാപകേശി കേശി സഭോജേഷുതിരിഷ്ടബന്ധുഃ ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ.